3 തലത്തിലുള്ള ഇമ്പാക്റ്റ് ആണ് AI കൊണ്ടുവരാൻ പോകുന്നത്. ഒന്ന്, ഇപ്പൊ കൺട്രി വൈസ് എടുക്കുവാണെങ്കിൽ ഇമ്പാക്റ്റ് വ്യത്യാസമായിരിക്കും. ഇപ്പൊ ഇന്ത്യക്ക് വരാൻ പോകുന്ന ഇമ്പാക്റ്റ് അല്ല ഒരിക്കലും US-ന് വരാൻ പോകുന്നത്. US-ന് വരുന്ന ഇമ്പാക്റ്റ് അല്ല ചൈനയ്ക്ക് വരാൻ പോകുന്നത്. കാരണം ഇന്ത്യയുടെ ഫോക്കസ് പ്രൈമറിലി സർവീസസിലായിരുന്നു. എന്നാൽ US-ൻ്റെയും ചൈനയുടെയും പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് പ്രോഡക്റ്റും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിലുമാണ്. അപ്പോൾ ആ ഫോക്കസിലേക്ക് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ നമുക്ക് ഇത്രയും പേടിക്കേണ്ട കാര്യമില്ല. അല്ലെ, താങ്കൾ ഈ പൊളിറ്റിക്കൽ ആൻഡ് ബ്രാൻഡ് മാർക്കറ്റിംഗ് ഈ AI ഉപയോഗിച്ച് ചെയ്യുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താ ഐഡിയ? ഞങ്ങൾ ബേസിക്കലി ഒരു പ്രോഡക്റ്റിന്റെ 2 വശങ്ങളാണത്. അതിൻ്റെ അത് പൊളിറ്റിക്കൽ സൈഡ് ആദ്യമേ പറയാം. പൊളിറ്റിക്കലി നമുക്കറിയാം, ട്രഡീഷണലി സർവേസ് ആണ് ഏറ്റവും കൂടുതൽ, മീഡിയ ഹൗസസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന സർവേസ് ആണ്. പല രീതിയിലുള്ള സർവേ ചെയ്യും, ഇൻ പീപ്പിൾ ചെയ്യും, ടെലിഫോണിക് ചെയ്യും. അപ്പം ഞങ്ങൾ ഈ വർഷം ഇന്ത്യയിലെ ഇലക്ഷൻസ് ഞങ്ങൾ പ്രഡിക്ഷൻസ് ചെറുതായിട്ട് ചെയ്തിരുന്നു. ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുമായിരുന്നു. ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് 40ഓളം ഏജൻസികൾ തമിഴ്നാട് ഇലക്ഷൻസ് പ്രഡിക്റ്റ് ചെയ്തിരുന്നു. അതിൽ 2 ഏജൻസികളാണ് TVK ജയിക്കുന്നത്. ഒന്ന് ഞങ്ങളാണ്. 2 ഏജൻസികൾ പറഞ്ഞു. ഒന്ന് നിങ്ങൾ വിജയിക്കുമെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞത് പ്യൂർലി AI വെച്ച് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് സാധിച്ചത്. അപ്പൊ അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. അപ്പൊ ആ ഒരു സാമ്പിളിലൊക്കെ എടുക്കുന്നത് എങ്ങനെയായിരുന്നു? ഞങ്ങള് അതായത് കംപ്ലീറ്റ്ലി പബ്ലിക് ഫ്ലോട്ടിംഗ് ഡേറ്റ, അതാണ് ഇപ്പൊ ഒരു അതായത് പബ്ലിക്ലി ഇന്റർനെറ്റിൽ ഫ്ലോട്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ മാത്രം, പേഴ്സണലി ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനും ഞങ്ങൾ എടുക്കുന്നില്ല. പൊതുജനങ്ങൾ ഇന്റർനെറ്റിൽ നടത്തുന്ന സംവാദമാണ് നമ്മൾ എടുക്കുന്നത്. അതാണ് അതിന്റെ കീ പീസ് ഓഫ് ഡേറ്റ. ആ ഡേറ്റയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അത് അനലൈസ് ചെയ്തിട്ട് അതിനെ പിന്നെ കുറെ പ്രോസസ്സിലൂടെ അല്ല, ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ വരാത്ത ലക്ഷക്കണക്കിന് വോട്ടർമാരുണ്ടല്ലോ, അവരപ്പം നിങ്ങളുടെ സർവേയിൽ ഇല്ലയോ? എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്ന ഒരു വളരെ കോമൺ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ഫോർ എക്സാമ്പിൾ ഇന്ത്യ പോലത്തെ ഒരു രാഷ്ട്രത്തിൽ എത്ര പേരാണ് ഇന്റർനെറ്റ് ഡെയിലി ഉപയോഗിക്കുന്നവർ? പക്ഷേ AI-യുടെ അവിടെയാണ് അതിൻ്റെ AI-യുടെ ബ്യൂട്ടി കിടക്കുന്നത്. അതായത് ഈ പറഞ്ഞ നിഗ്ലക്റ്റഡ് ക്രൗഡിനെ ആ പൾസിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ AI-ക്ക് പറ്റും. ഇത് കണ്ടിന്യൂസ്ലി ഇറ്റ് ഈസ് ഗെറ്റിംഗ് ട്രെയിൻഡ്. അതുകൊണ്ടാണ് ഇപ്പം ഈ TVK-യുടെ പ്രവചനം ഞങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചത്. കേരളത്തിൽ ഞങ്ങൾ ആദ്യമായിട്ട് പൈലറ്റ് ചെയ്തു. കേരളത്തിൽ ഞങ്ങൾക്ക് 80% ആക്യുറസി ഉണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഈ ഡേറ്റ അടുത്ത തവണ കൂടുതൽ ട്രെയിൻഡ് ആവുകയാണ്.